പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെപ്പറ്റി അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണിത്. അപ്പോൾ ഇവിടെ ആത്മാവോട് താനും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. ഒന്നുകൂടി വായിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്നപ്പോൾ നമ്മൾ ആരായിരുന്നു, അതിന് മുൻപുള്ള നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആത്മാവ്, നമ്മൾ പാപികളായിരുന്നു എന്നുള്ള ബോധ്യം ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആളത്തെ രൂപത്തിൽ നമ്മളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും അങ്ങനെയാണ് നാം രക്ഷയിലേക്ക് കടന്നു വന്നതെന്നും യേശു രക്ഷിതാവാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോഴാണ് നമ്മുടെ ആത്മാവോടും കൂടെ സാക്ഷ്യം പറയുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ബോധം ഉണ്ടായി. ദൈവമാരാണെന്നും നമ്മളാരായിരുന്നുവെന്നും നമ്മളുടെ സ്വഭാവം എന്തായിരുന്നു എന്നും ഒക്കെ നമുക്കിവിടെ ഒരു ബോധ്യമുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതാണിവിടെ നമ്മൾ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. കാരണം ഇവിടെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞിരുന്നു, കാര്യസ്ഥൻ വരുന്നത് വരെയും നിങ്ങൾ യെരുശലേമിൽ തന്നെ കാത്തിരിക്കണമെന്ന്. അപ്പോൾ അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ്. ഇവിടെ അപ്പോസ്തലൻ യോഹന്നാൻ. അപ്പോൾ കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ സത്യാത്മാവ് എന്നിൽ വന്നിരിക്കുന്നത് കാരണമാണ് എൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഞാൻ സാക്ഷിയായി നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ, ഈ ലോകത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനിടയായിരിക്കുന്നത് ആ കാര്യസ്ഥൻ എന്നിൽ പ്രവേശിച്ചപ്പോഴാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. പ്രിയ സഹോദരങ്ങളെ, അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെ പരാമർശിച്ചുകൊണ്ട് കാര്യസ്ഥൻ എന്ന് ക്രിസ്തു ഉപയോഗിച്ചത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവർക്ക് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ലോക മനുഷ്യൻ ഒരിക്കലും അറിയാൻ കഴിയില്ലാത്ത ആത്മീയമായ മർമ്മമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ ഒന്നുകൂടെ വായിക്കാം. പരിശുദ്ധാത്മാവിനെ പരാമർശിച്ചുകൊണ്ട് കാര്യസ്ഥൻ എന്ന് ക്രിസ്തു ഉപയോഗിച്ചത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ
അവർക്ക് അല്ലെങ്കിൽ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ആ പരിശുദ്ധാത്മാവ് ആളത്തെ രൂപത്തിൽ ആയിരിക്കുന്നു നമ്മളോട് കൂടെ. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ്. ആ ആത്മാവ് നമ്മളോട് കൂടെ ഇരിക്കുന്നത് കാരണമാണ് നമുക്ക് ഈ ലോകത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നതും നമ്മൾ പാപികളായിരുന്നു, ആ പാപത്തിൽ നിന്ന് നാം ഇപ്പോൾ മോചനം ലഭിച്ചിരിക്കുന്നു എന്നും മുക്തരായിരിക്കുന്നു എന്നും നമുക്ക് ബോധ്യപ്പെടുവാൻ കാരണമായതും യേശുവിനെ ഈ ലോകത്തെ അറിയിപ്പാൻ നാം നിർബന്ധിതരാകുന്നതും എന്ന് ഈ വാക്യത്തിൽ കൂടി യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യർക്ക് യേശുവും ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ ആശ്വാസകനായിരുന്നു. കാര്യസ്ഥൻ മാത്രമായിരുന്നില്ല, ശിഷ്യന്മാർക്ക് യേശു ആശ്വാസകനും കൂടിയായിരുന്നു, കാര്യസ്ഥനുമായിരുന്നു, എല്ലാമായിരുന്നു. അതാണ് ഇവിടെ ഇങ്ങനെ പറയുവാൻ കാരണം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടേത് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. നമുക്ക് മാത്രമല്ല, ഒരു കാലത്ത് നമ്മളും പാപികളായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചവരായിരിക്കുന്നു. അതുപോലെയാണ് മുഴു ലോകത്തിൻ്റെയും പാപം കഴുകിക്കളയുവാൻ, ആ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചവരെ ഒരുക്കിയിരിക്കുന്നതായ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വഴികൾ അല്ലെങ്കിൽ ആ ദൈവത്തിങ്കിലേക്കുള്ള സുവിശേഷം, ആ വാതിൽ തുറന്നു തന്നിരിക്കുന്നത് നമ്മൾ കാണുന്ന അത് വിനിയോഗിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവിക തൃത്വത്തിൽ പരിശുദ്ധാത്മാവ് ഉൾപ്പെടുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഇത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ്. എല്ലാം നമുക്ക് സുപരിചിതമായ വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന് തുടങ്ങുന്നു. ഇങ്ങനെ പറയുവാൻ കാരണം പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടാത്ത അവസ്ഥയും നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും, പ്രിയമുള്ളവരെ. എന്നാൽ നാം അതിനെയൊന്നും മറന്നു കളയേണ്ടവരല്ല, അല്ലെങ്കിൽ അത് നമ്മുടേതായ ഒരു വിഷയം അല്ല എന്ന് നാം ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴിനിരത്തി തരുമാറാകട്ടെ. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നില്ല. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവും യേശുവും നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴിനിരത്തി തരുമാറാകട്ടെ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 11-ാമത്തെ വാക്യമാണത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നില്ല. അതാണ് ഞാൻ മുകളിൽ ആദ്യം അങ്ങനെയൊരു വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഇടയായത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഇവിടെ അപ്പോസ്തലൻ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. വാസ്തവമായും സത്യവിശ്വാസികൾ അല്ലെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ ഇന്ന് പല കാര്യങ്ങളും ഇവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലരുടെയും ധാരണ ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. അവരുടെ രൂപത്തിലും ഛായയിലുമാണ് ദൈവമിരിക്കുന്നതെന്ന്. വാസ്തവമായും അങ്ങനെയാണോ? അല്ല. ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ രൂപത്തിലും ഛായയിലുമല്ല ദൈവം ഇരിക്കുന്നത്. കാരണം മനുഷ്യനില്ലാത്ത അനേക കഴിവുകളാണ് ദൈവത്തിനുള്ളത്. അതൊരിക്കലും ഒരു മനുഷ്യന് ലഭിക്കുകയുമില്ല. ഒരു മനുഷ്യനും അങ്ങനെ ആകുവാനും കഴിയുകയില്ല. അങ്ങനെ ആകുവാൻ ചിന്തിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ 2 കൊരിന്ത്യർ 13-ന്റെ 14 ഞാൻ വായിച്ച വാക്യം.
പരിശുദ്ധാത്മാവിനെയും ശക്തിയെയും വേർതിരിച്ച് പറഞ്ഞിട്ട് യേശുവിന് ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇവിടെ പരിശുദ്ധാത്മാവും ശക്തിയും ആളത്തമായി വ്യക്തികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ആരാണെന്ന്, മനുഷ്യൻ ആരാണെന്ന്. ദൈവത്തിൻ്റെ ചിന്തയും ബുദ്ധിയും എന്താണെന്ന്, മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും എന്താണെന്ന് അത് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായില്ല എങ്കിൽ നാം തന്നെ നമുക്കൊരു കെണി വെച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വാക്യം എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യമാണ്. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. കാരണം ഒരു മനുഷ്യൻ എന്താണുള്ളത്, അവൻ ആരാണെന്ന്, അവൻ ക്ഷണികനാണ്. അവനിവിടെ ആധികാരികമായിട്ട് പറയുവാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ബോധ്യമാക്കി തരികയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അത് ആണത്ത രൂപത്തിൽ നമ്മളിൽ വന്നിരിക്കുന്നു. നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതാണ് ദൈവം. അതാണ് ആ ദൈവപാളത്വം രൂപത്തിൽ നമ്മളിൽ വസിക്കുമ്പോൾ, നമ്മളെ ഈ ലോകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ സൃഷ്ടി. ഇന്നലത്തെ ആളല്ല. ഇപ്പോൾ ഈ വഴിയിൽ കൂടി നടന്നു പോകുന്നത്, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന വ്യക്തി, അവരെ ആശ്വസിപ്പിക്കുന്നവർ, അവരെ സമാധാനിപ്പിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആളത്ത രൂപം എന്ന് നിങ്ങളുടെ മുൻപിൽ അല്പസമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണമേ, അല്ല ശ്രദ്ധിച്ച് കേൾക്കണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും അപേക്ഷിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ VK രവി എന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എൻ്റെ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.